കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ഈ ഒരു സംവിധാനം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊക്കെ ഈ തിരച്ചിലിന്റെ ഭാഗമാകുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എന്തായാലും എങ്ങനെയായിരിക്കും എന്നുള്ള ഈ ഒരു പ്രവർത്തനം? നമ്മളിങ്ങനെ ഫോറസ്റ്റ്, ഞങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഫുൾ ടീമും ഫോറസ്റ്റുകാരും ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുമായി ചേർന്ന് ഈ നദിയുടെ 2 സൈഡായിട്ട് 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ടീമിൽ മിനിമം ഒരു 60 പേര് വെച്ച് നമ്മൾ ഫുള്ള് ഏരിയ സെർച്ച് ചെയ്യുകയാണ്. അതിന് വേണ്ടിയാണ് വന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും എത്ര പേര്? കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നും 40 പേരുണ്ട്. പിന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് 10 പേര്, അതേപോലെ സ്റ്റേറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും 10 പേര് ഡോഗ് സ്ക്വാഡ് വരുമെന്ന് പറയുന്നു. പിന്നെ തമിഴ്നാട് പോലീസിൻ്റെയും കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഈ ഒരു. അതോടൊപ്പം തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി. അതിന്റെ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ കരുതിയിട്ടുണ്ടല്ലോ? നമ്മൾ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും കരുതിയിട്ട് തന്നെയാണ് ഇതിനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ആ മേഖലയിൽ കെട്ടിടങ്ങൾ പലതും തകർന്ന നിലയിലാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തകർ അവരൊക്കെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ വെച്ചിട്ടാണ് അവിടെ തിരച്ചിൽ നടത്തിയിരുന്നത്. ഇന്ന് കൂടുതൽ ഈ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഹിറ്റാച്ചി, JCB അടക്കം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും അതിനനുസരിച്ച് ഇന്ന് കൂടുതൽ വേഗതയിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കും. കൂടുതൽ വേഗതയിൽ നടക്കും. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന ഭാഗങ്ങളിൽ റിവർ സൈഡാണ്, അത് കാടുകളിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെ എക്യുപ്മെൻറ്റ്സ് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ശരി, നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി മാക്സിമം ഏരിയ സെർച്ച് ചെയ്തിട്ട് വരിക. ഇതിൽ മറ്റൊരു കാര്യം, ഈ മേഖലയിൽ നിന്നും ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ പലതും ഈ നദിയുടെ പല മേഖലകളിലായി കുടുങ്ങിക്കൊണ്ട് തീർത്തുന്നു. അപ്പം ഈ പുഴയുടെ ഈ ഭാഗങ്ങളിൽ ഇനിയും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണോ? ഈ പുഴയുടെ ഈ മാക്സിമം ബാങ്കിൽ ഇതുപോലെ മൃതദേഹങ്ങൾ കാണപ്പെടുമെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഏരിയ കേന്ദ്രീകരിച്ച് ഇതേപോലെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്.